ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എത്തിയിട്ടുള്ള 4th ഡേ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് ദുബായിക്കാണ്. ദുബായിൽ നമ്മളിപ്പോൾ ഉള്ളത് ഉമ്മുൽ ഖുറൈനിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ദുബായിലേക്ക് പോകാൻ പോവാണ് ഗായ്സ്. നമ്മൾ ദുബായിൽ നിന്ന് കുറച്ച് അടിച്ചു പൊളിച്ചിട്ട് രാത്രി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ദുബായ് മോളിലാണ്. നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്ന് നമ്മളെ നമ്മളെ UAE-യിലെ 3rd ദിവസമാണ്. 4th ദിവസമല്ല കേട്ടോ, 3rd ദിവസമാണ്. ഞാൻ തെറ്റിപ്പോയതാണ്. നമ്മളെ 3rd ദിവസമാണ്. നമ്മൾ UAE-ത്തെ 3rd ദിവസമാണ്. എനിക്കെന്താ പറയല്ലേ, നമ്മൾ ദുബായ് മാളിൽ പോവാല്ലേ? എടാ പോലെ ഇതിന് പറയണ്ടോ? നമ്മളെങ്ങോട്ട് പോണത്? സൂപ്പർ ആയിരുന്നു. നമ്മൾ ഇന്നലെ പോയ സ്ഥലം ടോയല്ലേ പറയണേ? വള്ളം വാട്ടർ വാട്ടർസ് ഉണ്ടായിരുന്നു. വാട്ടർസിലെ അങ്ങനെ അതിന് പൊങ്ങിച്ചൊക്കെ വേറെ വന്നപ്പോൾ ബാക്കിലൊരു കണ്ടിങ്ങനെ നമ്മളെ ഓരോ സ്കൂളിലെ അതിന്റെ പുറത്ത് ഇങ്ങനെ കുറെ ഇങ്ങനെ കളേഴ്സ് ആയിട്ട് ചെയ്യാലോ, അങ്ങനെ ഓറഞ്ച് അത് ഞാൻ അങ്ങനെ കണ്ടു. പിന്നെ ഞാന് വെള്ളം ഉണ്ടായപ്പോൾ എന്റെ മുഖത്ത് മൊത്തായി നമ്മളെവിടെ പോണു? എന്തിനും പാപ്പൊക്കെ ചോദിക്കണ്ടോ? നമ്മള് പോണ ചുങ്കാണ്ടി. of Jabal Ali, Abu Dhabi. അപ്പൊ ഗായ്സ്, നമ്മൾ ദുബായിലെത്തി ഗായ്സ്. ഇവിടുത്തെ ടവറൊക്കെ നല്ല വലിയ ടവറാണ്. നമ്മളെ ബുർജ് ഖലീഫ ചെറിയ ബ്ലറായിട്ടൊക്കെ കണ്ടിരുന്നു. നിങ്ങളാക്കി കാണുമെന്ന് തോന്നുന്നില്ല. അങ്ങനാക്കി ഇങ്ങനെ കാണുന്നതൊക്കെ നല്ല ദൂരത്താണ് ഇപ്പം ഉള്ളത്. ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് ഇത് കാണുന്നുണ്ട്, നമ്മളെ സൈഡിലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഗായ്സ്. നല്ല വലിയ ടവറായിട്ടോ ഗൈസ്. ഞാനിവിടെ വന്നിക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഒരു സാധനം ഓർമ്മയില്ല. മെട്രോ എവിടെ? മെട്രോ ബാക്ക്വേർഡ്സ് അല്ലേ പോണേ? ബാക്ക്വേർഡ്സ് അല്ലേ പോണേ? ബാക്ക്വേർഡ്സ് അല്ലേ പോണേ? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ. ഇല്ല. ബുർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ബിൽഡിങ്, പിന്നെ ഖലീഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഗായ്സ്, നമ്മള് ബുർജ് ഖലീഫ നന്നായിട്ട് ഇപ്പൊ കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബുർജ് ഖലീഫ അല്ലാതെ കുറെ ടവേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ടവേഴ്സ് പിന്നെ പറയണ്ടല്ലോ, നല്ല ഹൈറ്റുള്ള ടവേഴ്സ് ആണ് ഇവിടുത്തെ എല്ലാ ടവേഴ്സും നല്ല ഹൈറ്റുള്ളതാണ്. പപ്പ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പപ്പ പറയണത്, ഞാൻ നിങ്ങളോട് ചാലഞ്ച് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബുർജ് ഖലീഫിനൊക്കെ പറ്റി എന്തെങ്കിലും അറിയോ? അല്ലല്ലോ, എനിക്കും അറിയില്ല. അങ്ങനെയൊക്കെ പപ്പ എന്തൊക്കെയോ ഇതപ്പോൾ തള്ളുകയാണ് അങ്ങോട്ട്. അപ്പം അങ്ങനെ തള്ളിക്കൊണ്ട് പപ്പ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ തള്ളിക്കൊണ്ട് വണ്ടി ഓടിച്ച് പെട്രോളിൻ്റെ ആവശ്യമില്ല. പപ്പ ഇങ്ങനെ വായോട് തള്ളി വണ്ടി പോകുന്നുണ്ട്. നമ്മളെ ടവേഴ്സൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ സാനുക്ക് മാത്രം കാണാൻ പറ്റില്ല. സഹാ ഉറങ്ങുക ഗൈസ്. ഞാൻ എന്നെ നീപ്പിക്കാൻ നോക്കി. ഈ ചിന്നിട്ട് ഇവരൊക്കെ പറയാൻ ഉറങ്ങണ്ടാന്ന്, നീപ്പിക്കണ്ടാന്ന്. എന്തായിരിക്കും അടിപൊളി ടവേഴ്സ് ഗൈസ്.
ഗായ്സ് ഇവിടെ നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ ആരും ഇല്ല. ചിലപ്പോ എല്ലാരും വിചാരിച്ചിട്ട് അപ്പൊ ഗായ്സ് ഇവിടെ ചിലപ്പോ എല്ലാവരും ദുബായിൽ നല്ല നല്ല തിരക്കുണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും വരാറുണ്ടായിരിക്കും. ചോദിച്ചോ. ദുബായിന്റെ പ്രത്യേകത എന്താ എനിക്കറിയോ? ഇല്ല ഇല്ല അറിയില്ല. ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഈ സാധനം തന്നെ ബുർജ് ഖലീഫില് ചോദിച്ചത്. ഇപ്പൊ കുറച്ച് മാറ്റിയിട്ട് ദുബായിൽ കുറച്ച് ചോദിച്ചു. നിങ്ങൾക്ക് അറിയോ എന്താണെന്ന്? ഈ വണ്ടി ഇവിടെ ദുബായ് ഒരുപാടുണ്ട് ടെസ്ല കാർ. ആണോ? വണ്ടി ഓടിക്കേണ്ട ആവശ്യമല്ല. സ്കൂളിൽ നിന്ന് പഠിച്ചിക്കണു. ദുബായിൽ ഒരുപാടുണ്ട് ടെസ്ല. നമുക്കിത് കിട്ടും. നമ്മള് ഊബറൊക്കെ ബുക്ക് ചെയ്യുമ്പോ ടെസ്ല വരില്ല ചിലപ്പോ. ഞാൻ ഒരുപാട് വർഷം ഊബർ ബുക്ക് ചെയ്തപ്പോ ടെസ്ല വന്നു. ഞാൻ ടെസ്ല ഇഷ്ടംപോലെ പ്രാവശ്യം പപ്പം തള്ളട്ടെ പപ്പം പുഷ് ചെയ്യട്ടെ. അപ്പം ദുബായിൽ വന്നിട്ട് ഒരുപാട് ബിൽഡിങ്ങൾ താമസിച്ചിട്ടുണ്ട്. ദുബായ് മാളിന് അകത്തന്നെ താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഹോട്ടൽ താമസിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് ശരിയാട്ടോ, ഇത് പറഞ്ഞത് ശരിയാണ്. ഇത് തല്ലല്ലോ കേട്ടോ, അതുകൊണ്ട് വണ്ടി പോയിട്ടില്ല. പക്ഷെ മറ്റേതൊക്കെ പറഞ്ഞപ്പോ വണ്ടി നല്ല സ്പീഡിൽ പോയിരുന്നു ഇല്ലേ അപ്പ? എഞ്ചിനൊന്നുമില്ല. ഇലക്ട്രിക്കൽ അല്ലേ ഇവിടെ? ഇലക്ട്രിക്കൽ എഞ്ചിന് വേണ്ട. ഇലക്ട്രിക്കൽ ബാറ്ററി പിന്നെ അതിന്റെ പ്രവർത്തിക്കൽ കുറച്ച്. എന്റെ ഫ്രണ്ട് ദുബായില് കുറച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിനോട് ചോദിക്കാം അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ. നമ്മള് വീഡിയോ എടുക്കുന്ന ആളാണ് നമ്മളെ എഞ്ചിനീയർ. അപ്പൊ നമുക്ക് അയാളോട് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അയാളുടെ പേരാണ് റീസ് കാക്കു. നമ്മളൊരു ബർത്ത്ഡേക്ക് കിട്ടിയത് കണ്ടു. അയാളുടെ ഭാര്യയുടെ പേര് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. സഫാന. നമ്മ ഈ വീഡിയോ വ്ലോഗ് കാണില്ലല്ലോ അല്ലേ? എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടോ അപ്പാ കുടിക്കാനല്ലേ കുടിക്കാൻ. നമ്മള് മുൽക്കൊരു പോയത് ഇവിടെ വീടൊന്നുമില്ല. $628 പാർക്കിംഗ് ഉണ്ട്. ഒരാൾ പോയിട്ടുണ്ട്. 7 ആയിരുന്നു. ഇപ്പോൾ ഒരാൾ പോയിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലേക്ക് പോകുന്നതാ പറ്റൂല, അവിടെ പോകാൻ പറ്റില്ല. നമുക്ക് പോകുമ്പോൾ പറയണം പോ. ഒരു പാർക്കിംഗ് നമ്മളാണ്. ഒരു പാർക്കിംഗ് നമ്മളവിടെ സ്പോട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെവിടെ എത്തിക്കണത്? ദുബായ് മാൾ. നല്ല അടിപൊളി വെള്ളത്തിന്റെ സാധനമൊക്കെ ഉണ്ട് ഇവിടെ മൈ ഫ്രണ്ട്സ്. പക്ഷെ ആദ്യമായിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ കാണുന്നത്. യെസ് ആദ്യമായിട്ടല്ലേ നമ്മളിതൊക്കെ കാണുന്ന സഹാനെ. പക്ഷെ ആദ്യമൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. ഇതൊക്കെ ഐശ്വര്യ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നോ? ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നിനി. ഐശ്വര്യ ചെറുപ്പത്തിൽ വന്നിട്ട് നമുക്ക് നേരെ പോകാം.
കുറച്ചേരൊക്കെ നിന്നു. ഇവിടെ നമ്മളെ ബുർജ് ഖലീഫയൊക്കെ കണ്ടു. നമ്മളിവിടെ വാട്ടറിന്റെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിപ്പോ തിരിച്ചു പോവാണ് ഗൈസ്. ഞാൻ ഇതിന് പേടിച്ചില്ല ഗൈസ്. ഗൈസ് ഇത് നമ്മൾ ആ ടവർ ഉണ്ടോ, ആ ടവറിന്റെ മുകളിലേക്കൊക്കെ പോയിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ബുർജ് ഖലീഫ In 300 meters. ക്ലാസ് പോയി ക്ലാസ് കാണല്ലേ? ഇവിടെ ക്ലാസ് ഉണ്ടെന്നില്ലേ സാധനം? എന്താ സാറിന്റെ പരിപാടി? ഈ വരെയാണ് ദുബായ് ഫ്രെയിം. ബുർജ് ഖലീഫ ഇങ്ങനെയാണ് നമ്മൾ ദുബായ് ഫ്രെയിം. ഞാൻ ഫോട്ടോസ് കാണട്ടെ. അതിന്റെ പ്രത്യേകത എന്താ അറിയോ ദുബായ് ഫ്രെയിമിന്റെ? ഫോട്ടോ കാണാം, ഫോണ്. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു. ഇത് ഫുള്ളാ ചളിയാണ്. കൈതാ Direction about Sharjah. ദുബായ് ഫ്രെയിമിന്റെ ഫ്രെയിം പോലല്ലേ ദുബായ് ഫ്രെയിമിന്റെ ലിസ്റ്റിന്റെ പ്രത്യേകത എന്താ അറിയോ?